ഒരുപാട് ഇഷ്ടമായി. ലോൺ ക്ലോസ് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ മതി. ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ്. മീര, നിനക്കൊരു കാര്യം അറിയാമോ? ഇന്നലെ രാത്രി ഇവിടെ ഒരാള് വലിയ ആവേശത്തോടെ ഒരാളെ കാണാൻ പോയി. എന്നിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അതേപോലെ തിരിച്ചു വന്നു. മണിക്കൂറുകളോളം മഞ്ഞും കൊണ്ട് നടു റോഡിൽ നിന്നത് മിച്ചം. കുറച്ചു സമയം കൂടി അവിടെ നിന്നിരുന്നെങ്കില് പ്രിയൻചേട്ടനെ കാണാൻ കഴിയായിരുന്നു. എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് മീര പറഞ്ഞതുകൊണ്ടാ. നിങ്ങൾ എന്ത് ധൈര്യത്തിലാ ആ സമയത്ത് ഇവള് ഒറ്റയ്ക്ക് പറഞ്ഞയച്ചത്? 2 തവണ ഇവളുടെ നേർക്ക് അറ്റാക്ക് ഉണ്ടായതാണെന്ന് അറിയില്ലേ? ആദ്യത്തെ തവണ കൈലാഷ് സാർ ഹോസ്പിറ്റലിൽ കടന്നു, ഇത്തവണ പ്രിയനും. മയക്കുമരുന്ന് മാഫിയക്ക് എപ്പോഴും അബദ്ധം പറ്റണമെന്നില്ല. ഇവളെ ഉപദ്രവിച്ച് അവര് കടന്നു കളഞ്ഞ നമ്മൾ അറിയ പോലുമില്ല. നിനക്കും ജെനിഫറിനും ഇവളുടെ കൂടെ പോവായിരുന്നില്ലേ? ജെനിഫറോ? ശിവനും അവന്റെ ആൾക്കാരും ഇവിടെ വന്ന് പോയതിനു ശേഷം അവള് പുറത്തിറങ്ങുന്നത് പോലും വല്ലപ്പോഴുവാ. അതും അവന്റെ ആൾക്കാർ ഇവിടെയൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം. അങ്ങനെയുള്ള അവളെയും കൊണ്ടാണോ ഇവളുടെ കൂടെ പോവേണ്ടത്? അതും രാത്രി. ഇനി നീ ഇങ്ങനെ മണ്ടത്തരൊന്നും ചെയ്തേക്കരുത് പാറു. 2 തവണ നീ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ല. ഭാഗ്യോ? എനിക്ക് കിട്ടേണ്ട അടി കൈലാഷ് സാറിനും പ്രിയൻചേട്ടനും കിട്ടിയത് എന്റെ ഭാഗ്യാണെന്നാണോ നീ പറയുന്നത്? അതെന്റെ ഭാഗ്യായിട്ടൊന്നുമല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ അനുഭവിക്കേണ്ട വേദന അവരനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന സങ്കടമാ എനിക്ക്. ഇവളുടെ ഒരു കാര്യം. ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ദൈവത്തിന് 100 നന്ദി പറഞ്ഞേനെ. എനിക്കെങ്ങനെയാടി ദൈവത്തിനോട് നന്ദി പറയാൻ കഴിയുക? കൈലാഷ് സാറിന്റെയും പ്രിയൻചേട്ടന്റെ ഒക്കെ മനസ്സ് എത്ര നല്ലതാ. കമ്പനിയില് ഏറ്റവും താഴ്ന്ന ജോലിയാ ഞാൻ ചെയ്യുന്നത്. കൈലാഷ് സാറ് ആ കമ്പനിയുടെ മുതലാളിയും. എന്നിട്ടും സാർ എന്നോട് അങ്ങനെയാണോ പെരുമാറുന്നത്? എനിക്ക് ഹാഫ് സാരി വാങ്ങിത്തന്നു, വാച്ച് വാങ്ങിത്തന്നു. അവിടെ എനിക്കെന്തേലും വിഷമമുണ്ടെന്ന് അറിഞ്ഞാ അപ്പൊ തന്നെ ഇടപെടുന്നു. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന കൈലാഷ് സാറിന് ഞാൻ കാരണം വേദന അനുഭവിക്കേണ്ടി വന്നാ എനിക്ക് സന്തോഷിക്കാൻ കഴിയോ? ദൈവത്തിന് നന്ദി പറയാൻ കഴിയോ? ആശുപത്രിയില് കൈലാഷ് സാറിനെ കൊട്ടിരിക്കുമ്പോ എന്നെ ശിക്ഷിച്ച പോരായിരുന്നോ? എന്തിനാ കൈലാഷ് സാറിനെ വേദനിപ്പിച്ചെന്നാ ഞാൻ ദൈവത്തിനോട് ചോദിച്ചത്. അറിയോ, പ്രിയൻചേട്ടന്റെ കാര്യവും അങ്ങനെ തന്നെയാ. ഞാൻ അയാളെ വെറുത്തിരുന്നപ്പോഴും എന്റെ നല്ലതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാളാ. എനിക്ക് വേണ്ടി കരുനാഗമായിട്ട് അയാൾ ഒരുപാട് തവണ വഴക്കിട്ടിട്ടുണ്ട്. ഞാൻ കാരണം പോലീസിന്റെ അടി കിട്ടിയിട്ടും എനിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച ആളാ. അവനവന് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളാ. അത്രയും നല്ല മനസ്സുള്ള ആള് എനിക്ക് വേണ്ടി വേദന അനുഭവിക്കുമ്പോ ദൈവത്തോട് എനിക്ക് നന്ദി പറയാൻ കഴിയൂ? അങ്ങനെ ദൈവത്തിനോട് നന്ദി പറഞ്ഞ ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടത്തി. അയാളെ കാണാൻ ആഗ്രഹിച്ചു പോയിട്ട് നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ലേ? റോഡിൽ നിൽക്കുന്നുണ്ടെന്ന് നീ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അയാൾ വരുമായിരുന്നില്ലേ? ഫോൺ ചെയ്താലോന്നും ഞാൻ ഓർത്തതാ. ഫോൺ എടുക്കുന്നത് പ്രിയൻചേട്ടന്റെ അമ്മയാണെങ്കിലോ എന്ന് പേടിച്ചിട്ടാ ഫോൺ ചെയ്യാതിരുന്നത്. നിനക്ക് ഞങ്ങളെ വിളിച്ചു പറയായിരുന്നില്ലേ? ഇയാളെയും കാത്ത് നമ്മുടെ പാറുക്കുട്ടി നട റോഡിൽ കുറ്റിയടിച്ചതുപോലെ നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പ്രിയനെ വിളിച്ച് പറയുമായിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് ആ ബുദ്ധിയൊന്നും പോയില്ല. എന്റെ കോള് കട്ട് ചെയ്തു. അവൾ എത്ര തവണ കട്ട് ചെയ്യുന്നു എനിക്കൊന്നും അറിയണമല്ലോ. ഇപ്പൊ വിളിക്കണോ? വേണ്ട, ജോലിക്ക് പോകാൻ സമയായി. സത്യം പറഞ്ഞ ജോലിക്ക് പോകാനൊന്നും തോന്നുന്നില്ല. കമ്പനിയിലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആളാ പ്രിയൻചേട്ടൻ. അയാളില്ലാത്ത കമ്പനിയിലേക്ക് എങ്ങനെയാ ഞാൻ കയറി ചെല്ല? അത് ഓർക്കുമ്പോ തന്നെ നെഞ്ചിനകത്തൊരു വിങ്ങല.
എന്ത് ഫോണാടി? കുറെ നേരമായാലും അടിക്കാൻ തുടങ്ങിയിട്ട് എടുത്ത് സംസാരിക്കേ. അതൊരു ഹോട്ടലിലെ മാനേജറാ. ഹലോ. ഇക്കാലത്ത് ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല മീര. എന്റെ കോള് കട്ട് ചെയ്താൽ നിന്റെ വാർഡന്റെ നമ്പറിൽ ഞാൻ വിളിക്കും. നീ അതും കട്ട് ചെയ്ത നീ താമസിക്കുന്ന ഹോസ്റ്റലിലെ ഓരോ പെൺകുട്ടിയെയും ഫോണിൽ വിളിച്ചിട്ട് ഫോൺ നിനക്ക് കൊടുക്കാൻ ഞാൻ പറയും. എന്നിട്ടും നീ ഫോൺ എടുത്തില്ലെങ്കിൽ നിന്റെ ഹോസ്റ്റലിലേക്ക് ഞാനൊരു വരവുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? മുടങ്ങിപ്പോയ EMI ഞാൻ അടച്ചില്ലേ? ഡ്യൂ ഡേറ്റിന് മുമ്പ് അടുത്ത EMI ഞാൻ അടയ്ക്കും. ഇത് ഒരു ഒഫീഷ്യൽ കോൾ അല്ല മീര. അതുകൊണ്ട് ലോണും EMI ഒന്നും നമുക്ക് സംസാരിക്കണ്ട. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? നേരിട്ട് കണ്ടിട്ടും മീരയോട് എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. കേൾക്കാൻ നിൽക്കാതെ മീര ഓടിപ്പോയില്ലേ? അതുകൊണ്ട് മീരയെ എനിക്ക് ഒരിക്കൽ കൂടി കാണണം. മീര എന്റെ അടുത്ത് വരണം, അതേ സ്ഥലത്ത്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് മീര ഓടിപ്പോയില്ലേ? അതേ സ്ഥലം. പറ്റില്ല, എനിക്ക് നിങ്ങളെ കാണണ്ട. അല്ല, ഹോട്ടൽ മാനേജർ എന്തിനാ വിളിച്ചത്? അത് കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞത് ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇനി അയാളുടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് എടുക്കില്ലെന്നും പറഞ്ഞു. ഫുഡിന്റെ ക്വാളിറ്റിയില് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാൻ വിളിച്ചതാ. ഗുഡ്. പറയാനുള്ളത് ഒരു മടിയും കൂടാതെ മുഖത്ത് നോക്കി പറയണം, ആരോടായാലും. പാറു, പ്രിയന്റെ അമ്മ നിന്നെ കുറെ വഴക്ക് പറഞ്ഞു അല്ലേ? ആ, പ്രിയൻ പറഞ്ഞു. അവനതില് നല്ല മനപ്രയാസമുണ്ട്. സാരമില്ല പാറു, അച്ഛനില്ലാത്ത 2 മക്കളെ വളരെ സ്ട്രഗിൾ ചെയ്താ പ്രിയന്റെ അമ്മ വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ പ്രിയനും ദർശനയ്ക്കും ചെറിയൊരു ജലദോഷപ്പനി വന്നാൽ പോലും ആന്റിക്ക് ടെൻഷനാവും. മകൻ അടികൊണ്ട് ആശുപത്രിയിൽ അബോധാവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോൾ ആന്റിക്ക് സ്വയം നിയന്ത്രിക്കാനായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും.